മാങ്ങ നമുക്ക് എങ്ങനെ എളുപ്പം തൊലി ചെത്താമെന്ന് നോക്കാം. ആദ്യം നമ്മൾ മാങ്ങ എടുത്ത ശേഷം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അതിൻ്റെ നെടുപ്പ്, അതിൻ്റെ ചുവട് ഭാഗം, നമ്മൾ വാല് വരുന്ന ആ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയ ശേഷം നമ്മൾ ചെറിയ ഓരോ പോർഷനായിട്ട് ഇങ്ങനെ തൊലി കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഒരുപാട് പോഷക സമൃദ്ധി നിറഞ്ഞ ഒരു ബലവർഗ്ഗമാണ് മാങ്ങ എന്ന് പറയുന്നത്. ഫൈബറും ഫോളറ്റ്, പൊട്ടാസ്യം, മഗ്നീഷ്യം, ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പഴവർഗ്ഗമാണ്. നമുക്ക് പ്രതിരോധ ശേഷി നിലനിർത്തുന്നതിന്, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക്, അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഉത്തമമായ ഒരു പഴവർഗ്ഗമാണ് മാങ്ങ എന്ന് പറയുന്നത്. ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് എന്നിവ ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ നമുക്ക് തൽക്ഷണം ഊർജം ലഭിക്കുന്നു. ധാരാളം നാരടങ്ങിയ പഴവർഗ്ഗമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹനം നടക്കുകയും ചെയ്യുന്നു. നമ്മൾ തൊലിയൊക്കെ ചെത്തി വെച്ച ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് മാങ്ങയെ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കാം. ഒരുപാട് ഗുണങ്ങളുള്ള മാമ്പഴം എന്നത് വൈറ്റമിൻ എയും സിയും ഇയും കെയും എല്ലാം ധാരാളമായി അടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഗുണഗണങ്ങളുടെ എല്ലാം ഒരു കലവറ തന്നെയാണെന്ന് പറയാം. ഒരുപാട് മധുരവും കൂടിയുള്ള പഴവർഗ്ഗമായതുകൊണ്ട് ഡയബറ്റിക് രോഗികൾ മിതമായി മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കി വെച്ച ശേഷം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളൊക്കെ കൈ കഴുകാതെയൊക്കെ ആയിരിക്കാം മാങ്ങ അധിക സമയവും കഴിക്കാറുണ്ടാവുക. കാരണം നമ്മൾ ഇടസമയത്തൊക്കെ ആണല്ലോ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ കൊടുക്കുന്ന സമയത്ത് ഒരു സ്റ്റിക്ക്, നമ്മൾ കാടമുട്ടയ്ക്ക് കുത്തി കഴിക്കുന്ന പോലെ ചെറിയൊരു ഈർക്കിലി സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് എന്നറിയപ്പെടുന്ന ഒരു സ്പൂണോ ഉപയോഗിച്ച് കുത്തി കൊടുക്കുകയാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.